Hello everyone. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ വൺ ഓഫ് ദി ഇമ്പോർട്ടൻറ്റ് നാച്ചുറൽ റിസോഴ്സ് ആയ വാട്ടറിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. സോ വാട്ടർ എന്ന് പറയുമ്പോൾ നിങ്ങൾ വെൻ വി ലുക്ക് ബാക്ക് ടു അവർ പ്രീവിയസ് സെമിസ്റ്റേഴ്സ് നമ്മൾ ഒത്തിരി കാര്യങ്ങൾ വാട്ടറിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ട് അല്ലേ. വി ഫസ്റ്റ് ഡിഫൈൻഡ് വാട്ട് ഈസ് വാട്ടർ, അതിൻ്റെ കെമിക്കൽ ഫോർമുല എന്താണെന്ന് നോക്കി. അത് കഴിഞ്ഞ് നമ്മൾ എങ്ങനെയാണ് വാട്ട് ആർ ദി ഹൗ എ സ്റ്റാഗ്നന്റ് വാട്ടർ ഈസ്, ഹൗ എ സ്റ്റാറ്റിക് വാട്ടർ ഈസ്, ഹൗ എ കൈനമാറ്റിക് വാട്ടർ ഈസ്, ഹൗ എ ഡൈനാമിക് വാട്ടർ ഈസ് എന്നുള്ള രീതിയിൽ എന്തൊക്കെ ഫോഴ്സസ് ഈ ഡിഫറെൻറ്റ് സ്റ്റേജസിൽ വാട്ടറിൽ ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കി. കൂടുതലായിട്ട് നമ്മൾ നോക്കുവാണെങ്കിൽ ഒരു വാട്ടറിൽ എങ്ങനെയാണ് പ്രഷർ കാൽക്കുലേറ്റ് ചെയ്യാന്ന് നമ്മൾ മനസ്സിലാക്കി അല്ലെ. എങ്ങനെയാണ് പ്രഷർ കാൽക്കുലേറ്റ് ചെയ്യുക? ബൈ യൂസിങ് മാനോമീറ്റേഴ്സ്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മാനോമീറ്റേഴ്സ് നമ്മൾ കണ്ടു. അതിനുശേഷം നമ്മൾ ഫ്ലൂയിഡ് കൈനമാറ്റിക്സിൽ എങ്ങനെയാണ് ഇതിന്റെ വെലോസിറ്റി കോൺസെപ്റ്റ്, ആക്സിലറേഷൻ കോൺസെപ്റ്റ് എന്ന് കണ്ടു. എന്താണ് ബെർണോളിസ് ഇക്വേഷൻ, ഹൗ ഇമ്പോർട്ടൻ്റ് എ ബെർണോളിസ് ഇക്വേഷൻ ഈസ് എന്നുള്ളത് നമ്മൾ കണ്ടു. അതിനുശേഷം ഡിഫറെൻറ്റ് സ്ട്രക്ചേഴ്സ്, ഡിസ്ചാർജ് എങ്ങനെയാണ് സ്ട്രക്ചറിൽ കാൽക്കുലേറ്റ് ചെയ്യുക, പൈപ്പ് ഫ്ലോ എന്താണ്, ഓപ്പൺ ചാനൽ ഫ്ലോ എന്താണ്, ഇതിൻ്റെ അകത്തൊക്കെ ഡിഫറെൻറ്റ് പേർപ്പസിന്റെ പേർപ്പസ് എന്താണെന്ന് നമ്മൾ കണ്ടു. ഡിഫറെൻറ്റ് എക്യുപ്മെന്റ്സ് like impellers, centrifugal pump, Kaplan turbine, Francis turbine എന്നീ കാര്യങ്ങൾ കണ്ടു. എന്താണ് ഒരു ബൗണ്ടറി ലെയർ കോൺസെപ്റ്റ് എന്നുള്ളത് കണ്ടു അല്ലെ. കൂടുതലായിട്ട് നമ്മൾ പിന്നെ ഡിസ്കസ് ചെയ്തത് ഓപ്പൺ ചാനൽ ഫ്ലോവിനെ കുറിച്ചായിരുന്നു. അപ്പോൾ ഓപ്പൺ ചാനൽ ഫ്ലോ എന്താണെന്ന് കണ്ടു, അതിൻ്റെ അകത്ത് ഹൈഡ്രോളിക് ജമ്പ് എന്താണെന്ന് കണ്ടു, സ്പിൽ വേസിന്റെ പേർപ്പസ് എന്താണെന്ന് കണ്ടു, സ്റ്റില്ലിംഗ് ബേസിന്റെ പേർപ്പസ് എന്താണെന്ന് കണ്ടു. ഇതെല്ലാം നമ്മുടെ നാട്ടിൽ നമ്മുടെ ഡേ ടു ഡേ ആക്ടിവിറ്റിയിൽ എത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആണെന്ന് നമ്മൾ കണ്ടു മനസ്സിലാക്കി. അപ്പം നമ്മളൊരു നാച്ചുറൽ വാട്ടർ ബോഡീനെ കുറിച്ച് പറയുവാണെങ്കിൽ, ഈ നാച്ചുറൽ വാട്ടർ ബോഡിയിൽ ഈ വാട്ടർ മെയിൻ പേർപ്പസ് എന്താണ്? ഇറ്റ് മീറ്റ്സ് അസ് അവർ ഡൊമസ്റ്റിക് ഡിമാൻഡ്, ഇൻഡസ്ട്രിയൽ ഡിമാൻഡ്, കൊമേഴ്ഷ്യൽ ഡിമാൻഡ് അല്ലേ. എല്ലാത്തിനും അതർ ദാൻ ദ ഗ്രൗണ്ട് വാട്ടർ വി കംപ്ലീറ്റ്ലി ഡിപ്പെൻഡ്സ് അപ്പോൺ ദ സർഫസ് വാട്ടർ, എസ്പെഷ്യലി ദ നാച്ചുറൽ വാട്ടർ സോഴ്സ് റിവർ. അപ്പോൾ റിവറിലുള്ള വാട്ടർ ആണ് നമ്മൾ സ്റ്റോർ ചെയ്ത് ഒരു ഡാമിൽ സ്റ്റോർ ചെയ്ത് അഗ്രികൾച്ചർ പേർപ്പസിനായാലും ഡൊമസ്റ്റിക് പേർപ്പസിലായിരിക്കും സിറ്റിയിലേക്കുള്ള വാട്ടർ സപ്ലൈക്കായാലും നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുന്നത്. അപ്പം അത് എങ്ങനെയാണ് ഈ റിവറിലെ വാട്ടർ ക്വാണ്ടിറ്റി, എവിടെ നിന്നാണ് ഈ വാട്ടർ ഫ്ലോ വരുന്നത്, ഹൗ എ റെയിൻ ഈസ്, പെർസിപ്പിറ്റേഷൻ എന്താണ്, ഫ്രീസിങ് റെയിൻ എന്താണ്, സ്ലീറ്റ് എന്താണ്, സ്നോ എന്താണ്, മിസ്റ്റ് എന്താണ്, ഫോഗ് എന്താണ്, ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കി. ഈ റെയിൻ fall occur ചെയ്ത് കഴിഞ്ഞാൽ what is infiltration, how it contributes to the groundwater നമ്മൾ മനസ്സിലാക്കി. and what is surface runoff അതും നമ്മൾ മനസ്സിലാക്കി. ഇനി സ്പ്രിങ്സ് എന്താണ്, അതൊക്കെ നമ്മൾ അവിടെ കണ്ടു അല്ലെ. നമ്മൾ എസ്പെഷ്യലി വി ടോക്ഡ് ഇൻ ഡീറ്റെയിൽ അബൌട്ട് ദീസ് ഇൻ വാട്ടർ റിസോഴ്സ് എഞ്ചിനീയറിംഗ്. അപ്പം അത് നിങ്ങൾക്ക് എല്ലാം ബ്രീഫ് ആയിട്ട് മനസ്സിലായിട്ടുണ്ടാകുന്നു പറഞ്ഞ് വിചാരിക്കുന്നു. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സ്ട്രക്ചേഴ്സിനെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ നിങ്ങൾ സ്ട്രക്ചറും കണ്ടിട്ടുണ്ടാവും. ഈ സ്ട്രക്ചറിന്റെ ഒക്കെ പേർപ്പസ് എന്താണെന്നും നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പൊ അങ്ങനെയുള്ള സ്ട്രക്ചേഴ്സ് ലൈക്ക് അക്യുഡക്ട് ഇതൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ. ദെൻ ദിസ് ഈസ് എ ബാരേജ്, ഫേമസ് ബാരേജ് ഇൻ ഇന്ത്യ ആണിത്. എന്താണ് ബാരേജ് എന്നൊക്കെ എസിക്സിൽ കണ്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ അതില് ബാരേജ് എന്താണെന്നും ബാരേജിന്റെ പേർപ്പസ് എന്താണെന്നും നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടാവും. ഇത് ഗംഗയിലുള്ള ഫേമസ് ആയിട്ടുള്ള ഭീമഗൗഡ ബാരേജ് ആണ് ഈ ഫിഗറിൽ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഭീമഗൗഡ ബാരേജ് എന്ന് പറയുമ്പോൾ ഗംഗയിൽ നിന്ന് ഹരിദ്വാറിലേക്ക് കനാൽ വഴി വെള്ളം ഡൈവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഗംഗയിലുള്ള ബാരേജ് ആണ് ഭീമഗൗഡ ബാരേജ്, അല്ലെങ്കിൽ അതിനെ ഹൈഡ്രോ ഇലക്ട്രിക് ഡാം എന്നും പറയും. അതിൽ നിന്ന് ക്രോസ് ഹെഡ് വർക്ക് വഴി ഹെഡ് റെഗുലേറ്റേഴ്സ് വഴി ഹരിദ്വാറിലേക്ക് ഈ ഗാംഗസ് കനാൽ അല്ലെങ്കിൽ കോട്ട്ലെ കനാൽ എന്ന് പറയും, ഈ കനാൽ വഴി വാട്ടർ സപ്ലൈ കൊടുക്കും. അപ്പം ഇതിൽ 2-3 പേർപ്പസ് ഉണ്ട്. വൺ ഈസ് ടു സപ്ലൈ വാട്ടർ ഫോർ ദി ഇറിഗേഷൻ പേർപ്പസ്, ദെൻ to supply water to the guts. നമുക്ക് ഹരിദ്വാറിന്റെ ഇമ്പോർട്ടൻസ് നമുക്കറിയാം, പിലിഗ്രിം സെന്റർ ആണെന്ന് അറിയാം. ഡിഫറെന്റ് പ്ലേസസിൽ നമുക്ക് ഓരോ പ്ലേസും നമ്മൾ ഗട്ട്സ് എന്നായിട്ടാണ് പറയുക. അപ്പൊ ആ ഗട്ട്സിലേക്ക് പ്രോപ്പർ സപ്ലൈ ഓഫ് വാട്ടർ കൊടുക്കാൻ വേണ്ടിയിട്ട് ആ രീതിയിലൊക്കെ ഈ ഗാംഗസ് കനാലിന്റെ വാട്ടർ യൂസ്ഫുൾ ആണ്. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് കാണണമെങ്കിൽ ഇതാണ് ഭീമഗൗഡ ബാരേജ്. അതിൻ്റെ അകത്ത് നിന്ന് റെഗുലേറ്റേഴ്സ് വഴി വാട്ടർ ഇതുവഴി ഡൈവേർട്ട് ചെയ്തിരിക്കുന്നു. ഓക്കെ, ഇത് ലോങ് കിലോമീറ്റേഴ്സ് ത്രൂ ഉത്തരാഖണ്ഡ്, ഉത്തർപ്രദേശ് ഇതിങ്ങനെ പോവുകയാണ്. ഈ ഒരു ഗാംഗസ് കനാലിന്റെ മുകളിൽ തന്നെ നിങ്ങൾക്ക് ഡിഫറെന്റ് ഹൈഡ്രോളിക് സ്ട്രക്ചേഴ്സ് കാണാൻ പറ്റും. ഫോർ എക്സാമ്പിൾ, ദിസ് ഈസ് ദി ഓൾഡ് അക്യുഡക്ട്. ഈ ബ്രിക്ക് ടൈപ്പ് അക്യുഡക്റ്റ് ആണ് ഈ കാണുന്നത്. ഇത് ന്യൂ അക്യുഡക്റ്റ് ആണ്. ഓൺ ദ സെയിം, അതായത് ഈ ഗാംഗസ് കനാൽ 2 പാരലൽ കനാൽസ് ആയിട്ടാണ് റൺ ചെയ്യുന്നത്. ഒന്ന് ഓൾഡ് കനാലാണ്, അതിനുശേഷം ഡിമാൻഡ് കൂടിയപ്പം പുതിയൊരു കനാൽ കൂടി അതിന് പാരലൽ ആയിട്ട് ചെയ്തപ്പോൾ ആ പാരലൽ കനാലിന്റെ മുകളിലാണ് ന്യൂ അക്യുഡക്റ്റ്. പഴയ കനാലിന്റെ മുകളിൽ ഓൾഡ് അക്യുഡക്റ്റ് ആണ്. അക്യുഡക്റ്റിന്റെ പേർപ്പസ് അറിയാം. എന്താണ് അക്യുഡക്റ്റിന്റെ പേർപ്പസ്?
ഒരു റിവറിനെ ക്രോസ് ചെയ്ത് നമുക്കൊരു കനാൽ കൊണ്ടുപോകണമെങ്കിൽ above the river കൊണ്ടുപോകണം നമ്മൾ യൂസ് ചെയ്യുന്ന ഹൈഡ്രോളിക് സ്ട്രക്ചർ ആണ് എന്ത് അക്യൂഡക്റ്റ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു അക്യൂഡക്റ്റ് ആണ് ഇവിടെ ഫിഗറിൽ കാണിച്ചിരിക്കുന്നത്. ദിസ് ഈസ് ഓൾഡ് അക്യൂഡക്റ്റ് over Sonali Valley and this is the new aqueduct over the Sonali Valley. Old aqueduct mainly bricks കൊണ്ട് ചെയ്തതായിരുന്നു. This is the latest technology. അപ്പോൾ നമുക്ക് ഇതാ ഇവിടെ കാണാൻ പറ്റും. ഇതാണ് ഞാൻ പറഞ്ഞിരിക്കുന്ന കനാൽസ്. ഓക്കെ, ഇത് റിവർ ആണ്. അപ്പോൾ ഈ ഫിഗറിൽ ഒരു പ്രത്യേകതയുണ്ട്. രണ്ട് പാരലൽ കനാൽസ് ആണ് ഈ പോകുന്നത്. റിവർ നോക്കൂ, നിങ്ങൾക്ക് ഈ പ്ലാൻ വഴി കാണാൻ പറ്റും. റിവർ ഈസ് above the canal. അപ്പോൾ അങ്ങനെയുള്ള സ്ട്രക്ചറും നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. ദിസ് ഈസ് ഓൾസോ ഓൺ ദ സെയിം കാങ്കസ് കനാൽ. സൊനാലി റിവറിലല്ല, ബിഫോർ സൊനാലി റിവർ ചെറിയൊരു റിവർ ഉണ്ട്. ആ റിവറിന്റെ പോർഷനിലാണ് ഈ ഒരു സ്ട്രക്ചറും കൂടി ഉള്ളത്. ഓക്കെ, നിങ്ങൾക്ക് ഇത് ഗൂഗിൾ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ സാറ്റലൈറ്റ് വേർഷൻ നിങ്ങൾക്ക് കൂടുതൽ ഡീറ്റെയിൽസ് മനസ്സിലാവും. ഓക്കെ, സോ ദിസ് ഈസ് ഓഫ് സൊനാലി പോർഷൻ. സൊനാലി പോർഷനിൽ ദ റിവർ അടിവശത്തേക്ക് പോകുന്നു, കനാൽ മുകൾ വശത്തേക്ക് പോകുന്നു. അപ്പോൾ രണ്ട് പാരലൽ കനാൽസ് ആയിട്ട്, ഒന്ന് പഴയ അക്യൂഡക്റ്റ് ആണ്, ഒന്ന് പുതിയ അക്യൂഡക്റ്റ് ആണ്. ഇത് IIT റൂർക്കിക്ക് ഏകദേശം നിയർ ബൈ ഡിസ്റ്റൻസ്, വാക്കബിൾ ഡിസ്റ്റൻസ് ഫ്രം IIT റൂർക്കി ആണ്. Now this is Farakka barrage, famous Farakka barrage over Ganga, again over Ganga. പക്ഷേ ഉത്തരാഖണ്ഡിലല്ല, ഇത് വെസ്റ്റ് ബംഗാൾ പോർഷനിലാണ് ഉള്ളത്. Now ഇങ്ങനെ നമ്മൾ പല ആവശ്യങ്ങൾക്ക് വേണ്ടി റിവറിന്ന് വാട്ടർ ഡൈവേർട്ട് ചെയ്ത് യൂസ് ചെയ്യുന്നു അല്ലേ. അപ്പം ഡൊമസ്റ്റിക് പേർപ്പസ് ഉണ്ട്, ഇൻഡസ്ട്രിയൽ പേർപ്പസ് ഉണ്ട്, അഗ്രികൾച്ചർ പേർപ്പസ് ഉണ്ട്. ഏത് പേർപ്പസ് ആയാലും നമുക്ക് ഡൊമസ്റ്റിക് പേർപ്പസിന് മെയിൻലി കോൺസെൻട്രേറ്റ് ചെയ്യുവാണെങ്കിൽ നമുക്കിത് ട്രീറ്റ് ചെയ്തിട്ടേ ഒരു സർഫസ് വാട്ടർ സോഴ്സ് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ട്രീറ്റ്മെന്റ് പ്ലാന്റ്സിന്റെ സെറ്റപ്സ് ഒക്കെ എന്തൊക്കെയാണെന്ന് നിങ്ങൾക്ക് അറിയാം അല്ലേ. ലാസ്റ്റ് ഇയർ നമ്മൾ പഠിച്ചു ഹൗ ടു ഐഡന്റിഫൈ എ സോഴ്സ്, വാട്ട് ഈസ് ഇൻടേക്ക് സ്ട്രക്ചർ, വാട്ട് ആർ ദ കെമിക്കൽ, ഫിസിക്കൽ, ബയോളജിക്കൽ പാരാമീറ്റേഴ്സ് ഓഫ് വാട്ടർ, എന്താണ് സെഡിമെന്റേഷൻ, എന്താണ് പ്രൈമറി സെഡിമെന്റേഷൻ ആൻഡ് സെക്കൻഡറി സെഡിമെന്റേഷൻ, എന്താണ് filtration process, what is the purpose of sand filter, rapid filters, disinfection purpose എന്താണ്, how a distribution network is. ഇത്രയും കാര്യങ്ങൾ നമ്മൾ ലാസ്റ്റ് സെമ്മിൽ പഠിച്ചു. അപ്പോൾ ഞാനിപ്പോൾ ഫിഗറിൽ കാണിച്ചിരിക്കുന്നത് ഡൽഹിയിലുള്ള ഫേമസ് ആയിട്ടുള്ള വാട്ടർ ട്രീറ്റ്മെന്റ് പ്ലാന്റ് ആണ്, ചന്ദ്രവാൾ വാട്ടർ ട്രീറ്റ്മെന്റ് പ്ലാന്റ്. അപ്പോൾ നമുക്ക് ഒരു വാട്ടർ ട്രീറ്റ്മെന്റ് പ്ലാന്റ് വഴി ഈ സർഫസ് വാട്ടർ ട്രീറ്റ് ചെയ്ത് കമ്മ്യൂണിറ്റിയിലേക്ക് സപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പോൾ കമ്മ്യൂണിറ്റിയിൽ പ്രോപ്പർ പ്യുവർ വാട്ടർ സപ്ലൈ ചെയ്ത് നമ്മുടെ purpose meeting ചെയ്യും. Once ഈ purpose meet ചെയ്ത് കഴിഞ്ഞാൽ what do you call this water? അപ്പോൾ clean water ആയിരുന്നു before we use clean water from spring wells, purified water or from rain water or some community city water after treatment. ഇതൊക്കെ നമ്മൾ clean water കാറ്റഗറിയിലേക്കാണ് പെടുത്തുന്നത്. നമ്മളിത് യൂസ് ചെയ്തതിന് ശേഷം വരുന്ന after use water we generally categorize into two. That is grey water and black water. Grey water എന്ന് പറഞ്ഞാൽ നമ്മുടെ ഡൊമസ്റ്റിക് പേർപ്പസിന് ആവശ്യമുള്ള വെള്ളം യൂസ് ചെയ്തതിന് ശേഷം വരുന്ന വെള്ളം, ലൈക്ക് ആഫ്റ്റർ കുക്കിംഗ്, ആഫ്റ്റർ വാഷിംഗ്, ആഫ്റ്റർ ബാത്തിങ്, ആഫ്റ്റർ ഡ്രിങ്കിങ്, ഇങ്ങനെയൊക്കെ വരുന്ന വെള്ളം നമ്മൾ എന്ത് പറയും, ഗ്രേ വാട്ടർ എന്ന് പറയും. സപ്പോസ് ഇഫ് ഇറ്റ് കണ്ടെയ്ൻസ് സം contaminations or toxic chemicals or for some fecal matter we call it as black water. അപ്പോൾ ഈ ഗ്രേ വാട്ടർ and black water can be discharged as such back into the natural water, back into the river. നമുക്ക് അത് ഉപയോഗിച്ച ശേഷം ഇത് വേസ്റ്റ് വാട്ടർ ആയതിനു ശേഷം അതേപോലെ അത് റിവറിലേക്ക് നമുക്ക് കളയാൻ പറ്റുമോ? ഒരിക്കലും കളയാൻ പാടില്ല. കളഞ്ഞു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നത് ചോദിച്ചാൽ ഇൻ ദ പാസ്റ്റ് നമ്മൾ എന്താ ചെയ്തു വെച്ചിരുന്നത്, we doesn't treat these water, we directly discharge into this river. അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ റിവറിന്റെ കപ്പാസിറ്റി വെച്ച് കമ്പയർ ചെയ്യുവാണെങ്കിൽ there is a low quantity of waste water. അപ്പോൾ വളരെ കുറച്ച് എമൗണ്ടിലാണ് നമ്മൾ വേസ്റ്റ് വാട്ടർ റിവറിലേക്ക് ഡിസ്ചാർജ് ചെയ്യുന്നതെങ്കിൽ റിവറിനുള്ള നാച്ചുറൽ സെൽഫ് പ്യൂരിഫിക്കേഷൻ സിസ്റ്റം വഴി ആ വാട്ടറിനെ ട്രീറ്റ് ചെയ്ത് അത് പ്യൂരിഫൈ ചെയ്ത് എടുത്തോളും. പക്ഷേ ഇപ്പോഴത്തെ സ്റ്റേജിൽ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ റിവറിന്റെ കപ്പാസിറ്റിയിൽ നിന്നും കൂടുതലായിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, റിവറിലേക്ക് വേസ്റ്റ് വാട്ടർ ഡിസ്ചാർജ് ചെയ്യുന്നത്. അപ്പോൾ അത്തരം സാഹചര്യത്തിൽ നമ്മൾ ഡിസ്ചാർജ് ചെയ്യുവാണെങ്കിൽ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ ക്രമേണ ഈ റിവറിന്റെ വാട്ടർ ക്വാളിറ്റി കുറഞ്ഞു വരുന്നു. there will be degradation of quality of water. അങ്ങനെ slowly the river will start to die. നമ്മൾ ലോക്ക്ഡൌണിന്റെ സമയത്ത് കണ്ടിട്ടുണ്ടാവാം, ആ ലോക്ക്ഡൌണിന്റെ കുറച്ച് നാളുകൾ കൊണ്ട് തന്നെ there was a wide improvement in river water quality, എല്ലാം even air quality also. കാരണം നമ്മൾ ഡിസ്ചാർജ് ചെയ്യുന്നത് വളരെ നല്ലൊരു വേരിയേഷനിൽ കുറേ ചെയ്തപ്പോൾ എന്ത് സംഭവിച്ചു, the water quality improved. അപ്പം നമുക്ക് എപ്പോഴും ആ ഒരു ലോക്ക്ഡൌൺ സിറ്റുവേഷനിലേക്ക് പോകാൻ പറ്റാത്തത് കൊണ്ട് തന്നെ എന്ത് ചെയ്യേണ്ടി വരും, നമ്മൾ if you are going to discharge this type of water into the river, we have to treat it and discharge. So here comes the importance of our subject CE402 environmental engineering 2. അപ്പോൾ environmental engineering 2ൽ നമ്മൾ ആഫ്റ്റർ യൂസ് വാട്ടറിന്, വേസ്റ്റ് വാട്ടറിന് എങ്ങനെ ട്രീറ്റ് ചെയ്ത് പ്രോപ്പർലി ഡിസ്ചാർജ് ചെയ്യാന്നാണ് നോക്കുന്നത്.
Okay, so we will deal in detail about wastewater. നമ്മുടെ പ്രീവിയസ് സെമസ്റ്ററിൽ നമ്മൾ പഠിച്ചത് ഡ്രിങ്കിങ് വാട്ടറിനെ കുറിച്ചായിരുന്നു. അപ്പോൾ ഇവിടെ ഈ ഒരു സബ്ജക്റ്റിൽ നമ്മൾ വി ആർ ഗോയിങ് ടു ഡീൽ കംപ്ലീറ്റ്ലി അബൌട്ട് വേസ്റ്റ് വാട്ടർ. അപ്പം ഇവിടെ നമ്മൾ എടുക്കാൻ പോകുന്ന ടെക്സ്റ്റ് ബുക്സ് BC പൊന്മയുടെ വേസ്റ്റ് വാട്ടർ എഞ്ചിനീയറിംഗ് ആണ്. അതേപോലെ PN മോഡ്യൂളിൽ സീവേജ് ട്രീറ്റ്മെന്റ് ആൻഡ് ഡിസ്പോസൽ ആൻഡ് വേസ്റ്റ് വാട്ടർ എഞ്ചിനീയറിംഗ്, SK ഗാഗറിന്റെ സീവേജ് ഡിസ്പോസൽ ആൻഡ് എയർ പൊല്യൂഷൻ എഞ്ചിനീയറിംഗ്, GS ബേഡിയുടെ വാട്ടർ സപ്ലൈയിങ് ആൻഡ് എഞ്ചിനീയറിംഗ്. GS ബേഡിയുടെ വാട്ടർ സപ്ലൈയിങ് ആൻഡ് എഞ്ചിനീയറിംഗ് നിങ്ങൾ ഓൾറെഡി ലാസ്റ്റ് സെമ്മിൽ യൂസ് ചെയ്തിട്ടുണ്ടാവും. അത് കൂടാതെ ഇത്രയും ബുക്സ് നിങ്ങൾക്ക് ടെക്സ്റ്റ് ആയിട്ട് യൂസ് ചെയ്യാം. റെഫറൻസ് ആയിട്ട് നിങ്ങൾക്ക് മെറ്റ്കാഫ് ആൻഡ് എഡി വേണമെങ്കിൽ യൂസ് ചെയ്യാം. ഓക്കെ, മെറ്റ്കാഫ് ആൻഡ് എഡി. So now coming to first module നമ്മൾ എന്താണ് വേസ്റ്റ് വാട്ടർ എന്ന് കാണും. ഡൊമസ്റ്റിക് വേസ്റ്റ് വാട്ടറിൽ ഡ്രൈ വെതർ ഫ്ലോ എന്താണ്, സ്റ്റോം വെതർ ഫ്ലോ എന്താണ്, സ്റ്റോം വാട്ടർ ഫ്ലോ എന്താണ്, ടൈം ഓഫ് കൺസ്ട്രക്ഷൻ എന്ന്, എങ്ങനെയാണ് ഒരു സീവർ ഡിസൈൻ ചെയ്യുക, ഇത്രയും കാര്യങ്ങൾ നമ്മൾ സംസാരിക്കും. ഓക്കെ, അപ്പോൾ വേസ്റ്റ് വാട്ടർ, ദെൻ ഹൗ ടു ക്വാണ്ടിഫൈ ദ ഫ്ലോ റേറ്റ്സ്, ഡൊമസ്റ്റിക് വേസ്റ്റ് വാട്ടർ, ഹൗ ടു ഐഡന്റിഫൈ ദ ക്വാണ്ടിറ്റി, വാട്ട് ഈസ് ഡ്രൈ വെതർ ഫ്ലോ, സ്റ്റോം വാട്ടർ ഫ്ലോ, ടൈം ഓഫ് കൺസ്ട്രക്ഷൻ ആൻഡ് സീവറിന്റെ ഡിസൈനും കൂടി നമ്മൾ ചെയ്യും. Then these are the other modules. Second modules നമ്മൾ സീവർ അപ്പർട്ടൻസ് എന്തൊക്കെയാണ്, വെന്റിലേഷൻ ഓഫ് സീവർ എങ്ങനെ ചെയ്യുക, സീവറേജ്, സിസ്റ്റം ഓഫ് സീവറേജ്, ദെൻ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് സീവേജ്, ഡ്രിങ്കിങ് വാട്ടർ ക്യാരക്ടറിസ്റ്റിക്സ് പോലെ തന്നെ സീവേജ് ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണെന്ന് നമ്മൾ നോക്കും. അഗെയിൻ ഫിസിക്കൽ, കെമിക്കൽ ആൻഡ് ബയോളജിക്കൽ. വാട്ട് ഈസ് BOD, വാട്ട് ഈസ് ഫസ്റ്റ് സ്റ്റേജ് BOD, വാട്ട് ഈസ് COD ആൻഡ് വാട്ട് ഈസ് റിലേറ്റീവ് സ്റ്റെബിലിറ്റി ആൻഡ് പോപ്പുലേഷൻ ഈക്വലന്റ്. ഇത്രയും കാര്യങ്ങൾ നമ്മൾ സെക്കൻഡ് മൊഡ്യൂൾ ചെയ്യും. തേർഡ് മൊഡ്യൂളിൽ വാട്ട് ഈസ് സെൽഫ് പ്യൂരിഫിക്കേഷൻ ഓഫ് സ്ട്രീം, ഇമ്പോർട്ടൻ്റ് ആണ്. വാട്ട് ഈസ്, എങ്ങനെയാണ് സ്ട്രീമിന്റെ സെൽഫ് പ്യൂരിഫിക്കേഷൻ പ്രോസസ്സ് നടക്കുന്നത്, what is oxygen sac, what is Treat-Wells equation, ഇത്രയും കാര്യങ്ങൾ നമ്മൾ അവിടെ ഡിസ്കസ് ചെയ്യും. Then treatment of sewage, preliminary and primary treatment നമ്മൾ അവിടെ ഡിസ്കസ് ചെയ്യും. ഫോർത്ത് മൊഡ്യൂൾ സെക്കൻഡറി ട്രീറ്റ്മെന്റ് ഡിസ്കസ് ചെയ്യും. അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ട്രിക്ലിംഗ് ഫിൽറ്ററിന്റെ ഡിസൈൻ നമ്മൾ ചെയ്യുന്നതായിരിക്കും. ഫിഫ്ത്ത് മൊഡ്യൂളിൽ സെപ്റ്റിക് ടാങ്ക് ആൻഡ് ഇൻഹാഫ് ടാങ്ക് ഡിസൈൻ ചെയ്യും. പിന്നെ കുറച്ച് ചെറിയ വർക്കിംഗ്സ് ഓഫ് ഓക്സിഡേഷൻ ഡിസ്ക്, ഡിച്ച്, ഓക്സിഡേഷൻ പോൺസ്, ദെൻ UASB റിയാക്ടർ, ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഫിഫ്ത്ത് മൊഡ്യൂളിൽ ചെയ്യും. ലാസ്റ്റ് മൊഡ്യൂളിൽ ഹൗ ടു ഡിസ്പോസ് ദി സ്ലഡ്ജ്, നമ്മൾ ട്രീറ്റ് ചെയ്ത് ബാക്കി വരുന്ന സ്ലഡ്ജിനെ എങ്ങനെ ഡിസ്പോസ് ചെയ്യും, വാട്ട് ആർ ദ മെത്തേഡ്സ് ഓഫ് തിക്കനിങ്, ദെൻ വാട്ട് ഈസ് അനാറോബിക് ഡൈജഷൻ, ഹൗ ടു ഡിസൈൻ എ സ്ലഡ്ജ് ഡൈജഷൻ ടാങ്ക്, സ്ലഡ്ജ് ഡ്രൈയിങ് ബെഡ് എന്താണ്, മെത്തേഡ് ഓഫ് സ്ലഡ്ജ് ഡിസ്പോസൽ എന്താണ്, ഇത്രയും കാര്യങ്ങളാണ് സിക്സ്ത് മൊഡ്യൂളിൽ സംസാരിക്കുക. അപ്പോൾ ഫസ്റ്റ് മൊഡ്യൂളിലേക്ക് വരുവാണെങ്കിൽ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ജനറൽ ആയിട്ട് വാട്ട് ഈസ് വേസ്റ്റ് വാട്ടർ എഞ്ചിനീയറിംഗ്, വാട്ട് ഈസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് വേസ്റ്റ് വാട്ടർ എഞ്ചിനീയറിംഗ് നമ്മൾ ഡിസ്കസ് ചെയ്തു. നെക്സ്റ്റ് വീഡിയോയിൽ നമ്മൾ വേസ്റ്റ് വാട്ടർ ഡിഫൈൻ ചെയ്യും. കുറച്ച് ഇമ്പോർട്ടൻറ്റ് ടെക്നിക്കൽ ടേംസ് ഉണ്ട്, അതും കൂടി ഡിസ്കസ് ചെയ്യും. അതിനുശേഷം വാട്ട് ആർ ദ മെയിൻ സോഴ്സസ് ഓഫ് സാനിറ്ററി സീവേജ്, ഹൗ ടു കളക്ട് ഇറ്റ് ആൻഡ് കൺവേ ഇറ്റ്, അത് ഫസ്റ്റ് മൊഡ്യൂളിൽ പറയും. ആ കൺവേയൻസ് തന്നെ കണ്ടിന്യൂഷൻ ആയിട്ട് സെക്കൻഡ് മൊഡ്യൂളിൽ നമ്മൾ ഡിസ്കസ് ചെയ്യും. വി ഹാവ് 2 types of conveyance system, like conservancy system and water carriage system. അതിൽ water carriage system detailed ആയിട്ട് സെക്കൻഡ് വീഡിയോയിൽ ഡിസ്കസ് ചെയ്യും. തേർഡ് വീഡിയോയിൽ നമ്മൾ ഡ്രൈ വെതർ ഫ്ലോ ഡിസ്കസ് ചെയ്യും. ഫോർത്ത് വീഡിയോയിൽ നമ്മൾ സ്റ്റോം വാട്ടർ ഫ്ലോ ഡിസ്കസ് ചെയ്യും. ടൈം ഓഫ് കോൺസെൻട്രേഷൻ ഡിസ്കസ് ചെയ്യും. അതിനുശേഷം നമ്മൾ അതിന്റെ ന്യൂമറിക്കൽ പ്രോബ്ലത്തിലേക്ക് പോകും. അതിനുശേഷം നമ്മൾ സീവറിന്റെ ഡിസൈൻസിലേക്ക് പോകും. അപ്പം അങ്ങനെ നമ്മൾ ഒരു അറൌണ്ട് 6 to 7 വീഡിയോസ് നമ്മൾ ഫസ്റ്റ് മൊഡ്യൂളിൽ ചെയ്യും. അപ്പം നെക്സ്റ്റ് വീഡിയോ മുതൽ നമുക്ക് മൊഡ്യൂൾ സ്റ്റാർട്ട് ചെയ്യാം.